പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ ഭാരവാഹിയാക്കി തെരഞ്ഞെടുത്ത ഡിവൈഎഫ്ഐ ബിജെപിയിൽ നിന്നും സിപിഎമ്മിലെത്തിയ ശരൺചന്ദ്രനെയാണ് മലയാലപ്പുഴ മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റാക്കിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശരൺചന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇവരുടെയൊക്കെ പാർട്ടി അംഗത്വം തന്നെ അന്ന് വിവാദമായതാണ്. ഇപ്പോൾ സ്ഥാനം കൂടി നൽകിയിരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി ആക്കിക്കൊണ്ട്. ഇതിനോട് എങ്ങനെയാണ് ഡിവൈഎഫ്ഐയും സിപിഎം ജില്ലാ നേതൃത്വവും പ്രതികരിക്കുന്നത്? സ്മൃതി, കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനെ CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ഒപ്പം മന്ത്രി വീണ ജോർജ് എന്നിവർ ചേർന്നായിരുന്നു ശരൺചന്ദ്രനെയും ഒപ്പമുള്ള 50-ലധികം ആളുകളെയും CPM-ലേക്ക് സ്വീകരിച്ചത്. ഈ കാപ്പ കേസ് പ്രതിയെ CPM-ലേക്ക് സ്വീകരിച്ചത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ശരൺചന്ദ്രൻ പ്രതിയായിട്ടുള്ള പല കേസുകളുടെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് DYFI പ്രവർത്തകരെ ആക്രമിച്ചതുൾപ്പെടെയുള്ള കേസുകളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു DYFI പ്രവർത്തകനെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് അടിച്ച കേസിൽ ശരൺചന്ദ്രൻ പ്രതിയാക്കപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ശരൺചന്ദ്രൻ്റെ ജന്മദിനാഘോഷം മലയാലപ്പുഴയിൽ വെച്ച് രാത്രി നടു റോഡിൽ ജീപ്പ് നിർത്തിയിട്ട് അതിനു മുകളിൽ കാപ്പ എന്നെഴുതിയ കേക്ക് മുറിച്ചുകൊണ്ട് ജന്മദിനാഘോഷം നടത്തിയതും വിവാദമായിരുന്നു. ഇങ്ങനെ നിരവധി കേസുകൾ ഇപ്പോഴും ശരൺചന്ദ്രൻ്റെ പേരിൽ നിലവിലുണ്ട്. എന്നാൽ ഈ ശരൺചന്ദ്രനെയും ഒപ്പമുള്ള കൂട്ടാളികളെയും CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് സംബന്ധിച്ച് അനുകൂലമായ പ്രതികരണമായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നടത്തിയിരുന്നത്. കാരണം കാപ്പ കേസ് പ്രതി അത് എല്ലാ കാലത്തേക്കും അത്തരത്തിലൊരു പ്രതിയാകില്ല, ഒരു മാറ്റത്തിൻ്റെ സമയമാണിത്. ശരൺചന്ദ്രൻ നേരത്തെ ഉണ്ടായിരുന്ന സംഘടനയിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ക്രിമിനൽ പശ്ചാത്തലം അതിനി ഉണ്ടാകില്ല എന്ന ന്യായീകരണങ്ങളൊക്കെ CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ മലയാലപ്പുഴയിൽ നടന്ന DYFIയുടെ മേഖലാ സമ്മേളനത്തിൽ, ഇന്നലെയാണ് മേഖലാ സമ്മേളനം നടന്നത്, അതിൽ മലയാലപ്പുഴ മേഖല DYFIയുടെ വൈസ് പ്രസിഡന്റായാണ് ഇപ്പോൾ ശരൺചന്ദ്രനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരണത്തിന് DYFI ജില്ലാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുമില്ല. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.